ഹരേ കൃഷ്ണ. ശ്രീഹരി വിഷ്ണു ഭഗവാന്റെ ശ്രേഷ്ഠഭാവങ്ങളിൽ ഒന്നാണ് ശ്രീ സന്താന ഗോപാലമൂർത്തി ഭാവം. ഒരിക്കൽ പാലാഴിവാസനായ ഭഗവാൻ ശ്രീഹരിക്ക് നരനാരായണന്മാരെ ഒരുമിച്ചു കാണണമെന്ന് ആഗ്രഹമുണ്ടായി. നരനാരായണന്മാർ കൃഷ്ണനും അർജുനനുമായി ദ്വാപരയുഗത്തിൽ അവതരിച്ച കാലത്താണിത്. ഈ സമയം പാണ്ഡവന്മാർ കുരുക്ഷേത്ര യുദ്ധാനന്തരം രാജ്യം ഭരിക്കുന്ന സമയം. അർജുനന് കുറച്ച് അഹങ്കാരം കൂടി നിൽക്കുകയാണ്. തങ്ങൾ ഭരിക്കുന്ന ഈ കാലമാണ് ഏറ്റവും നല്ലതെന്നും ആർക്കും ഒരു കുറവുമില്ല. ഇങ്ങനെയെല്ലാം തൻ്റെ ശക്തിപ്രഭാവം കാരണമാണെന്നുള്ള അഹങ്കാരവും. അർജുനന്റെ ഈ അഹങ്കാരം തീർത്തു കൊടുക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിശ്ചയിച്ചു. അർജുനന് ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ശക്തിയിൽ അഹങ്കാരമുണ്ടാകുകയും അതാതു സമയത്തു ഭഗവാൻ അത് മാറ്റിക്കൊടുക്കുകയും പതിവുണ്ട്. ഇതിനും ഭഗവാൻ ഒരു വഴി കണ്ടു. ഹസ്തിനപുരത്തൊരു ബ്രാഹ്മണനും പത്നിക്കും ജനിക്കുന്ന എല്ലാ കുട്ടികളും മരിക്കുന്ന ഒരു സ്ഥിതിവിഷയമുണ്ടായി. 8 പ്രാവശ്യം ബ്രാഹ്മണ പത്നി പ്രസവിക്കുകയും ആ കുട്ടികളെല്ലാം മരണപ്പെടുകയും ചെയ്തു. ഇതിൽ മനം നൊന്തു ഇതിനൊരു പരിഹാരത്തിനായി ബ്രാഹ്മണന് പാണ്ഡവ സന്നിധിയിൽ വന്ന് സങ്കടമുണർത്തിച്ചു. ഇതു കേട്ട് അർജുനൻ ഇതിനു പരിഹാരം കാണാമെന്ന് ബ്രാഹ്മണന് വാക്കുകൊടുത്തു. ബ്രാഹ്മണ പത്നിയുടെ 9ാമത്തെ പ്രസവ സമയം അർജുനൻ അവരുടെ വീടിന് പുറത്തു കാവൽ നിന്നു. സങ്കടമെന്നു പറയട്ടെ, ആ കുട്ടിയും പ്രസവത്തോടെ മരിച്ചു. ഇതിൽ ദുഃഖിതനായ ബ്രാഹ്മണൻ പാണ്ഡുപുത്രനെ പല വിധത്തിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ട് ലജ്ജിതനായ അർജുനൻ ബ്രാഹ്മണൻ ഒരു വാക്കുകൊടുത്തു. അടുത്ത പ്രസവ സമയത്ത് കുട്ടിയെ രക്ഷിക്കാമെന്നും അതിനു സാധിച്ചില്ലെങ്കിൽ ഞാൻ സ്വയം ചിതയൊരുക്കി അതിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും സത്യം ചെയ്തു. അതിനുശേഷം ബ്രാഹ്മണപത്നി വീണ്ടും ഗർഭം ധരിക്കുകയും പ്രസവ സമയം അർജുനൻ വന്ന് അവരുടെ വീടിനു ചുറ്റും ദിവ്യാസ്ത്രങ്ങളാൽ ശക്തി സുരക്ഷാ കവചം സൃഷ്ടിക്കുകയും ചെയ്തു. ഒരു സൂക്ഷ്മാവിനു പോലും കടക്കാൻ പറ്റാത്ത വിധം ബന്ധസ്ഥനായിരുന്നു അത്. കൂടാതെ അർജുനൻ വീടിനു കാവലിരിക്കുകയും ചെയ്തു. അത്ഭുതമെന്നേ പറയേണ്ടു. ഈ പ്രസവാനന്തരം കുട്ടിയെ ഉടലോടെ തന്നെ കാണാതായി. ഇത് കണ്ടു സങ്കടവും ദേഷ്യവും സഹിക്കാതെ ബ്രാഹ്മണൻ അർജുനനെ പലവിധം ശപിച്ചുകൊണ്ടേയിരുന്നു. വില്ലാളി വീരനാണ്, ഉത്തമ ഭരണാധികാരിയാണ്, പ്രജകൾക്ക് ഒരു വിഷമവും വരുത്താത്തവനാണ്. പിന്നെ എന്തൊക്കെയായിരുന്നു വീമ്പ്! ഇപ്പോൾ എന്തായി? മുമ്പ് എനിക്കെന്റെ മക്കളുടെ ഉടലെങ്കിലും കാണാമായിരുന്നു, ഇപ്പോൾ താങ്കൾ കാരണം അതും നഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് അർജുനനോട് അരിശം തീർത്തുകൊണ്ടിരുന്നു. ഇത് കണ്ടും ബ്രാഹ്മണന്റെ വാക്കുകേട്ടും വിഷമം സഹിക്കാതെ അർജുനൻ പല സ്ഥലങ്ങളിലും കുട്ടിയെ അന്വേഷിച്ചു നടന്നു. അവിടെയൊന്നും കാണാതെ പാർത്ഥൻ നേരെ യമലോകത്തു പോയി. അവിടെയും കുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല. ഇതിനു കുറിച്ച് യമരാജനോട് അന്വേഷിച്ചപ്പോൾ കുട്ടിയെ ഞാൻ കൊണ്ടുവന്നിട്ടില്ലെന്നും കുട്ടിക്ക് മരണസമയം ആയിട്ടില്ലെന്നും അറിയിച്ചു. അവിടെ നിന്നും നിരാശനായി അർജുനൻ വീണ്ടും ബ്രാഹ്മണ സവിധം വരികയും തന്നെ കൊണ്ട് കുട്ടിയെ തിരിച്ചു തരാൻ സാധിക്കില്ലെന്നും ക്ഷമിക്കണമെന്നും അപേക്ഷിക്കുകയും സത്യം പാലിക്കുവാൻ സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്യുവാൻ അതിലേക്ക് ചാടാൻ പോവുകയും ചെയ്തു. അന്നേരം ശ്രീകൃഷ്ണൻ ഓടി വന്നു അർജുനന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പാർത്ഥനോട് എന്തായാലും ഇത്രയായി, ഇനി എൻ്റെ കൂടെ ഒരു സ്ഥലം കൂടി പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. കുരുക്ഷേത്ര യുദ്ധസമയത്ത് ഞാൻ പാർത്ഥന്റെ സാരഥിയായി, എന്നാൽ ഈ യാത്രയിൽ പാർത്ഥൻ എൻ്റെ സാരഥിയാവട്ടെ എന്നും പറഞ്ഞു. അർജുനൻ തെളിച്ച തേരിൽ അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ദൂരം കുറേ കഴിഞ്ഞു. ഭൂമിയും ആകാശവും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് അവസാനം കൂരിരുട്ടായി. അന്നേരം അർജുനന് ഭയമാകുകയും അതിനു പോംവഴിയായി ഭഗവാൻ സുദർശന ചക്രം വരുത്തി. സുദർശന ചക്രത്തിന്റെ പ്രഭയിൽ ഇരുട്ടുമാറുകയും അവർ വീണ്ടും യാത്ര തുടരുകയും ചെയ്തു. അവസാനം അവർ എത്തിച്ചേർന്നത് പാലാഴിക്ക് നടുവിലായി ജയവിജയന്മാർ കാവൽ നിൽക്കുന്ന 7 ഗോപുരത്തോടെയുള്ള വൈകുണ്ഠത്തിലാണ്.
അവിടെ അവർ ആദിശേഷനായ അനന്തനു കീഴെ ശ്രീദേവി ഭൂദേവി സമേതനായ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായി ശംഖുചക്രഗദാ പത്മധാരിയായ ശ്രീഹരി വിഷ്ണുവിനെ കണ്ടു. അത്യന്തം അത്ഭുത ദർശനം. കൂടെ കാണാതാവുകയും മരിക്കുകയും ചെയ്ത ബ്രാഹ്മണന്റെ കുട്ടികൾ ഭഗവാന്റെയും ദേവിമാരുടെയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. നരനാരായണന്മാർ ഭഗവാനെ സാഷ്ടാംഗം വണങ്ങി. ഭഗവാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കാനിടയായ കാര്യം അർജുനന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അഹങ്കാരം ശമിച്ച അർജുനൻ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങി കുട്ടികളെയും കൊണ്ട് കൃഷ്ണന്റെയൊപ്പം ഭൂലോകത്തേക്ക് പോയി. അവിടെ ചെന്ന് ബ്രാഹ്മണന് 10 കുട്ടികളെയും കൊടുത്തു. ഇതെല്ലാം കണ്ടു സന്തോഷവാനായ ബ്രാഹ്മണൻ അർജുനനെ ആനന്ദാശ്രുക്കളാൽ അനുഗ്രഹിച്ചു. അങ്ങനെ വിഷ്ണു ഭഗവാന് നരനാരായണന്മാരെ ഒരുമിച്ചു കാണുവാനും കൃഷ്ണന് അർജുനന്റെ അഹങ്കാരം മാറ്റാനും സാധിച്ചു. അത്യപൂർവ ഭാവമായാണ് ഭഗവാൻ സന്താന ഗോപാലമൂർത്തി ഭാവത്തെ വാഴ്ത്തുന്നത്. ശ്രീദേവി ഭൂമിദേവി സമേതനായ അനന്തശായിയായ ഭഗവാനെയും നരനാരായണന്മാരെയും ഒരുമിച്ച് കാണുന്നത് തന്നെ പുണ്യം. ഓം ദേവകീ സുത വാസുദേവ ജഗൽപദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ചരണം ഗദാ.